പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്ത് വരാറായില്ലേ? അപ്പോൾ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2025-26 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അപ്പൊ അതുപോലെ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതായത് നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആണ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസിനും അതിൻ്റെതായ ആൻസർ എഴുതാനുള്ള ടൈം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആൻസേഴ്സ് എഴുതാനോ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനുള്ള ടൈമാണ് എന്തെന്ന് പറയുന്നത് 50 മിനിറ്റ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മുഴുവൻ റീഡ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മോഡലിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Two friends are preparing drinks. One of them prepared sugar solution and the other prepared buttermilk. രണ്ട് ഫ്രണ്ട്സ് കൂടി എന്താണ് ഡ്രിങ്ക്സ് പ്രിപ്പയർ ചെയ്യാണ്. ഒരാള് ഷുഗർ സൊല്യൂഷനും മറ്റേയാള് ബട്ടർ മിൽക്കും ആണ് പ്രിപ്പയർ ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ടു വിച്ച് കാറ്റഗറി ദ മിക്സ്ചേഴ്സ് ബിലോങ്സ് ടു based on the features of the particles in them. Write one more example of each category. അപ്പോൾ ഒന്ന് ഷുഗർ സൊല്യൂഷനും രണ്ട് ബട്ടർ മിൽക്കും ആണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വിച്ച് കാറ്റഗറി ദ മിക്സ് ബിലോങ് ടു ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദം. ഇതിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ ഫീച്ചേഴ്സ് ബേസ് ചെയ്ത് ഇത് ഏത് ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സിന്റെ കാറ്റഗറി ആണ് എന്ന് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിളും കൂടെ ഈ രണ്ട് കാറ്റഗറിക്ക് ഒരു എക്സാമ്പിളും കൂടെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആൻസർ ഷുഗർ സൊല്യൂഷൻ. നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ, നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കാം. ഷുഗർ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അതിൽ ഷുഗറിന്റെ ആ പാർട്ടിക്കിൾസിന്റെ ഗുണം മാത്രമേ അതിനകത്ത് കാണിക്കുള്ളൂ അല്ലെ. അപ്പൊ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. പിന്നെ അതുപോലെ തന്നെ എക്സാമ്പിൾ ആണ് സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷനിലും സോൾട്ടിന്റെ ടേസ്റ്റ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ അല്ലെ, സോൾട്ടിന്റെ ഗുണങ്ങൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. നെക്സ്റ്റ് ബട്ടർ മിൽക്ക്. ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. ഒന്നിൽ കൂടുതൽ അല്ലേ ഇതുണ്ടാവും, അതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് ചോക്ക് പൗഡർ. വാട്ടറിന്റെയും ചോക്ക് പൗഡറിന്റെയും മിക്സ്ചർ എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒന്നാമത്തത് ഹോമോജീനിയസ് മിക്സ്ചറും രണ്ടാമത്തെ ഹെട്രോജീനിയസ് മിക്സ്ചറുമാണ്. ഇനി നിങ്ങളോട് അതിന്റെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നെയിം ദ മോളിക്യൂൾ പ്രസന്റ് ഇൻ സോഡ. സോഡയിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോഡയിൽ പ്രസന്റ് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോഡ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്. സോഡ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, CO2 വാട്ടറും ആണുള്ളത്. അപ്പൊ സോഡയിലുള്ളത് എന്തൊക്കെയാണ്? വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോഡയിലുള്ളത് പാർട്ടിക്കിൾസ് എന്തൊക്കെയാണ്? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. ഇതാണ് ഒന്നാമത്തെ ബിയുടെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഓണിയൻ പീൽ ഡ്രോൺ ബൈ എ ചൈൽഡ് ഹു വ്യൂഡ് ഇറ്റ് ത്രൂ എ മൈക്രോസ്കോപ്പ്. ഒരു ഓണിയൻ പീലിന്റെ മൈക്രോസ്കോപ്പിക് പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു കുട്ടി നോക്കുന്ന ഒരു ഓണിയൻ പീലിന്റെ മൈക്രോസ്കോപ്പിക് പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത് സെല്ലിന്റെ അല്ലെ. അതായത് നെയിം ഓഫ് സെൽ പാർട്സ് A and B ആർ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന എയും ബിയും എന്താണെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും എന്താണെന്നാണ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എയും ബിയും. എ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസമാണ്. എ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസമാണ്. ബി എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. എന്താണ്? ബി എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസവും ബി എന്ന് പറയുന്നത് ന്യൂക്ലിയസും. അപ്പൊ നിങ്ങൾ അവിടെ എഴുതേണ്ടത് അങ്ങനെയാണ്.
എ സൈറ്റോപ്ലാസം, ബി ന്യൂക്ലിയസ്. ഇങ്ങനെ അടയാളപ്പെടുത്താനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് സെൽ പാർട്സ്. ഈ സൈറ്റോപ്ലാസത്തിന്റെയും ന്യൂക്ലിയസിന്റെയും ഈ സെൽ പാർട്സിന്റെ പെക്യുലാരിറ്റീസ്, എന്തെങ്കിലും രണ്ട് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? ഓൾ ദ സെൽ പാർട്സ് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ്, അല്ലെ? എല്ലാ സെൽ പാർട്സിനെയും, ഈ സെല്ലിന്റെ അകത്ത് എല്ലാ സെൽ പാർട്സിനെയും ഹോൾഡ് ചെയ്യുന്നു എക്സെപ്റ്റ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഉൾപ്പെടെയുള്ള എല്ലാ ഇതിനെയും ഹോൾഡ് ചെയ്യുന്നത് ഏതാണ്? സൈറ്റോപ്ലാസം ആണ്. അപ്പൊ സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത ഹോൾഡ്സ് ദ സെൽ പാർട്ട് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താ? കൺട്രോൾ സെല്ലുലാർ ആക്ടിവിറ്റീസ്. സെല്ലുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. Examine the given statement and reason. Find out the correct option. താഴെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. Among the organelles, the nucleus is considered the functional center of the cell. Among the organelles, the nucleus is considered the functional center of the cell. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷണൽ സെന്റർ ഓഫ് ദ സെൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റീസൺ പറഞ്ഞിട്ടുണ്ട്. ദ സൈറ്റോപ്ലാസം, റൈബോസം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, mitochondria and chloroplast are all other organelles found in the cytoplasm beside the nucleus. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, റീസൺ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ, ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ ട്രൂ. ഒന്നാമത്തേൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റും റീസണും ശരിയാണ്. ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ എന്നാണ് പറയുന്നത്. ബി, ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റും റീസണും ശരിയാണ്. ബട്ട് ദ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ എന്നാണ് പറയുന്നത് രണ്ടാമത്തേല്. സി, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ബട്ട് ദ റീസൺ ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ റീസൺ ഫോൾസ് ആണെന്നാണ് പറയുന്നത്. ഡി, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ ഫോൾസ്. സ്റ്റേറ്റ്മെന്റും റീസണും തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോ ഇതിൽ ഏതായിരിക്കും? നമ്മളുടെ ബി ആണ്. ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ ട്രൂ ബട്ട് ദ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ സ്റ്റേറ്റ്മെന്റ്. ബി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റും റീസണും തന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. List any two important difference between unicellular and multicellular organism. എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് യൂണിസെല്ലുലാറിന്റെയും മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിന്റെയും. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ സെല്ല് മാത്രമുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിസെല്ലുലാർ. മൾട്ടിസെല്ലുലാർ മോർ ദാൻ വൺ സെൽ, അല്ലെ? ഒന്നിൽ കൂടുതൽ സെല്ലുള്ളതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും. ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ. മക്കൾക്ക് ഇത് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് possess a സിംഗിൾ സെൽ. സിംഗിൾ സെല്ലിന് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഓൾ ലൈഫ് ആക്ടിവിറ്റീസ് ആർ ഡൺ ബൈ എ സിംഗിൾ സെൽ. ഈ സിംഗിൾ സെൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എൻ്റെ എല്ലാ ലൈഫ് ആക്ടിവിറ്റീസും ചെയ്യുന്നത്. they have a simple body structure. സിമ്പിൾ ബോഡി സ്ട്രക്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. എക്സാമ്പിൾ ആണ് അമീബ, പാരമീസിയം, ഈസ്റ്റ്, ബാക്ടീരിയ. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ ഇത്. സെക്കൻഡ് വൺ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സെൽ. ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കുറേയധികം സെല്ലുകൾ കൊണ്ടാണ്. ഈച്ച് ലൈഫ് ഫംഗ്ഷൻ ഹാസ് സ്പെസിഫിക് സെൽ ആൻഡ് ഓർഗൻസ്. ഓരോ ലൈഫ് ഫംഗ്ഷനും ഓരോ സ്പെസിഫിക് സെല്ലും അതിന്റെ ഓർഗൻസും ഉണ്ടാവും. ഇപ്പൊ റെസ്പിറേഷന്റെ അല്ലെങ്കിൽ എക്സ്ക്രീഷന്റെ അല്ലെ, അങ്ങനെ ഓരോ ലൈഫ് ഫംഗ്ഷൻസിനും ഓരോ സ്പെസിഫിക് സെൽസും ഓർഗൻസും ഉണ്ടായിരിക്കും. ദേ ഹാവ് കോംപ്ലക്സ് ബോഡി സ്ട്രക്ചർ. കോംപ്ലക്സ് ബോഡി സ്ട്രക്ചർ ആണ്. എക്സാമ്പിൾ ആണ് ആരെ? ഹ്യൂമൻസ്, നമ്മളും ആനിമൽസ്, പ്ലാന്റ്സ് ഒക്കെ, ഇൻസെക്ട്സ് ഒക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി ഷോർട്ട് ആയിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും.
മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. B question. How does a plant cell different from animal cell? Are there any parts found in plant cell that are different from animal cell? എങ്ങനെയാണ് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും ഡിഫറെന്റ് ആയിരിക്കുന്നത്? അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആനിമൽ സെല്ലിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ആനിമൽ സെല്ലിൽ ഇല്ലാത്ത ചില പാർട്സ് ഇതിലുണ്ട്, പ്ലാന്റ് സെല്ലിലുണ്ട് അല്ലേ? അപ്പോ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആർ ദർ എനി പാർട്സ് ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ ആർ ഡിഫറെന്റ് ഫ്രം ആനിമൽ സെൽ? ആനിമൽ സെല്ലിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പാർട്സ് പ്ലാന്റ് സെല്ലിലുണ്ട്? എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പിക്ചർ. ഒരു പിക്ചറിന്റെ ഇതിൽ നിങ്ങളോട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം? ഇതാണ് പ്ലാന്റ് സെല്ലിന്റെ പിക്ചർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പാർട്സ് ഓഫ് സെൽ എന്ന് പറയുന്നത് സെൽ വോളും ക്ലോറോപ്ലാസ്റ്റും ആനിമൽ സെല്ലിൽ ഇല്ല. ഏതാണ്? ക്ലോറോപ്ലാസ്റ്റും പിന്നെ എന്താണ്? സെൽ വോളും എന്തിലില്ല? ക്ലോറോപ്ലാസ്റ്റും സെൽ വോളും ആനിമൽ സെല്ലിൽ ഇല്ല. ഈ ഡിഫറൻസ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൽ വോളും ക്ലോറോപ്ലാസ്റ്റും ആനിമൽ സെല്ലിൽ ഇല്ല, പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊട്ടക്ട് ദ സെൽ. സെൽ വോളിന്റെ പ്രത്യേകത എന്താണ്? പ്രൊട്ടക്ട് ദ സെൽ. സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ക്ലോറോപ്ലാസ്റ്റ് ഹെൽപ്സ് ഇൻ ദ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണത്തിന് ഹെൽപ്പ് ചെയ്യുന്നു ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ഈ രണ്ട് സെല്ലുകളാണ് എന്തിലില്ലാത്തത്? ആനിമൽ സെല്ലിൽ ഇല്ലാത്തത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഇൻടു ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സേഴ്സ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ഹോമോജീനിയസ് മിക്സറും ഹെട്രോജീനിയസ് മിക്സർ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് സബ്സ്റ്റൻസ്? ഡൈല്യൂട്ട് ആസിഡ്സ്, ബട്ടർ മിൽക്ക്, ആൽക്കഹോൾ, ലൈം ജ്യൂസ്, അറ്റ്മോസ്ഫിയറിക് എയർ, ക്യൂരിയസ്, റൈസ് ഗ്രുവർ, ഷുഗർ സൊല്യൂഷൻ. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിനെ ഹോമോജീനിയസും ഹെട്രോജീനിയസും എന്നും ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് കോളം വരയ്ക്കുക. ഹോമോജീനിയസ് മിക്സേഴ്സ് ഏതൊക്കെയാണ്? ഡൈല്യൂട്ട് ആസിഡ്സ്, ആൽക്കഹോള്, അറ്റ്മോസ്ഫിയറിക് എയർ, ഷുഗർ സൊല്യൂഷൻ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സർ എന്ന് പറയുന്നത്. ഹെട്രോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാൽ ബട്ടർ മിൽക്ക്, ക്യൂരേസ്, റൈസ് ഗ്രുവർ, ഇത്രയാണ് കഞ്ഞി. ഇത്രയാണ് നമ്മുടെ ഹെട്രോജീനിയസ് മിക്സർ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് write a method to distinguish between homogeneous and heterogeneous mixture. അപ്പോൾ homogeneous mixtures-നും heterogeneous mixtures-ഉം അല്ലേ? അപ്പോൾ method to distinguish mixtures. Homogeneous mixtures are mixtures where all parts of a mixture have the same property. Homogeneous mixture എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മിക്സറിലെ എല്ലാ പാർട്സിലും ആ മിക്സറിന് സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉള്ളത്. Heterogeneous mixture are mixtures where different parts of a mixture have different properties. Different parts എന്തായിരിക്കും? Different properties ആയിരിക്കും ഉള്ളത്. അപ്പൊ എന്താണ് ഹോമോജീനിയസും എന്താണ് ഹെട്രോജീനിയസ് എന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇനി C question. Find out the odd one from the following on the basis of substance contained in them. Copper, sulfur, brass, silver. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിലേതാണ്? ബ്രാസ് അല്ലേ? ബ്രാസ് ആണ് ശരിയായ ഉത്തരം. ബ്രാസ് ആണ് ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇതിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം ഏതാണെന്നും അതിന്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. ഐഡന്റിഫൈ ദ യൂണിസെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസം ആരാണ്? ബിയും പിന്നെ ആരാണ്? സിയുമാണ്. ബി എന്ന് പറയുന്നത് ആരാണ്? അമീബ. എന്റെ പേര് എഴുതുക, അമീബ. ബി എന്ന് പറയുന്നത് അമീബയാണ്. സി ആരാണ്? യൂഗ്ലീന. ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് കേട്ടോ. ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ, യൂഗ്ലീന. ഇനി വിച്ച് ഡിവൈസ് ഇസ് യൂസ്ഡ് ടു ഒബ്സർവ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ഡിവൈസ് ആണ് യൂസ് ചെയ്യാറ്?
മൈക്രോസ്കോപ്പ് അല്ലേ? സെല്ലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണുന്നത് അല്ലേ? മൈക്രോസ്കോപ്പ് ആണ് ഉപയോഗിക്കുന്നത്. എക്സാമിൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ എനി 3 ഫൈൻഡിങ്സ്. ഈ രണ്ടും നോക്കിയിട്ട് 3 ഫൈൻഡിങ്സ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 ഫൈൻഡിങ്സ് എഴുതാം. എന്താണ്? ഫൈൻഡിങ്സ് നമുക്ക് നോക്കാം. ഇത് ഒന്ന് പ്ലാന്റ് സെല്ലും ഒന്ന് ആനിമൽ സെല്ലും ആണ് അല്ലേ? പ്ലാന്റിന്റെയും ആനിമൽ സെല്ലിന്റെയും കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. ദ ഫിഗർ ഷോസ് ആൻ ആനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ. താഴെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും ആയിരുന്നു അത്. ദ സെൽ വോൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്, കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. സെൽ വോളും ക്ലോറോപ്ലാസ്റ്റ് ആർ ഓർഗനല്ല ഫൗണ്ട് ഓൺലി ഇൻ എ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലില് സെൽ വോളും ക്ലോറോപ്ലാസ്റ്റും കാണപ്പെടുന്നത് എന്തിലാണ്? പ്ലാന്റ് സെല്ലിൽ മാത്രമാണ്. ദേ ആർ നോട്ട് പ്രസന്റ് ഇൻ ആനിമൽ സെൽ. അത് ആനിമൽ സെല്ലിൽ പ്രസന്റ് അല്ല. നെക്സ്റ്റ് ഓൾസോ ദ വാക്യൂൾ പ്രസന്റ് ഇൻ ബോത്ത് സെൽ. രണ്ട് സെല്ലിലും എന്ത് പ്രസന്റ് ഉണ്ട്? വാക്യൂൾ പ്രസന്റ് ഉണ്ട്. ദ വാക്യൂൾ ഇൻ ആനിമൽ സെൽ ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദാറ്റ് പ്ലാന്റ് സെൽ. ആനിമൽ സെല്ലിൽ ഉള്ള വാക്യൂള് പ്ലാന്റ് സെല്ലിലുള്ളതിനേക്കാൾ എന്താണ്? ചെറുതാണ്. വാക്യൂള് ചെറുതാണ്. അപ്പൊ അതാണ് നമ്മള് കമ്പയർ ചെയ്തിട്ട് എഴുതേണ്ടത്. വാക്യൂള് കണ്ടോ? പ്ലാന്റ് സെല്ലിൽ വലുതാണ്, ആനിമൽ സെല്ലില് ചെറുതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ കാർട്ടൂൺ. താഴെ കാർട്ടൂൺ കാണിച്ചിട്ടുണ്ട്. ആ കുട്ടി എന്താ ചിന്തിക്കുന്നത് നോക്കൂ. ഹൗ ബിഗ് ഈസ് ദ പംകിൻ ഫ്രൂട്ട്? ഡസ് ദ പെഡിസൽ ഹാസ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് ദീസ്? ഈ പംകിൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞത് വലുതാണ്. അപ്പൊ അതിന്റെ പെഡിസലിന് ഇതിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുമോ എന്നാണ് ആ കുട്ടി ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? നമുക്ക് നോക്കാം എന്താണ് അതിന് താഴെ തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻ. What change occurred to the pedicel when the pumpkin flower change into fruit? pumpkin flower ഫ്രൂട്ട് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ പെഡിസലിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ചേഞ്ചുകൾ ഉണ്ടാകും? ചേഞ്ചസ് ഓഫ് പെഡിസൽ. The pedicel will become stronger. പെഡിസൽ എന്തായിട്ട് മാറും? നല്ല സ്ട്രോങ്ങർ ആയിട്ട് മാറും, ലാർജർ ആയിട്ട് മാറും, ആൻഡ് thicker to support the weight of the developing ഫ്രൂട്ട്. ഉണ്ടാവുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടിന്റെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത് പെഡിസല് സ്ട്രോങ്ങർ ആവും, ലാർജർ ആവും, തിക്കർ ആകും. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? What change occur to various parts of a flower when it become fruit? ഈ ഫ്ലവർ ഫ്രൂട്ട് ആയി മാറുമ്പോൾ ഓരോരോ പാർട്സിനും ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓരോ പാർട്സിനും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പെഡിസല് തിക്കർ ആവും, സ്ട്രോങ് ആവും എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ മറ്റുള്ള പാർട്സിന് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചേഞ്ച് ടു വേരിയസ് ഫ്ലവർ പാർട്സ് എന്താണ്? പെറ്റൽസ് എന്തായിട്ട് മാറും? ഫോൾ ഓഫ്. പെറ്റൽസ് ഫോൾ ഓഫ് ആവും. ആൻഡ്രീഷ്യം ഫോൾ ഓഫ് ആവും. ഓവറി എന്ത് ചെയ്യും? ഡെവലപ്പ് ഇൻ ടു എ ഫ്രൂട്ട്. ഓവറി ഡെവലപ്പ് ഇൻ ടു എ ഫ്രൂട്ട്. പെഡിസൽ എന്ത് ചെയ്യും? റിമൈൻസ് ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദ ഫ്രൂട്ടിംഗ് ബോഡി. സെപ്പൽസ് ഫോൾ ഓഫ് ഇൻ സം പ്ലാന്റ്സ് അറ്റാച്ച്ഡ് ടു ദ ഡെവലപ്പിംഗ് ഫ്രൂട്ട്. ഇതാണ് ഓരോ പാർട്സും ചേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓരോ പാർട്സും ചേഞ്ച് ചെയ്യുന്നത്. ഇനി എന്റെ സി ക്വസ്റ്റ്യൻ. C question, choose the correct. C question എന്താണ്? Choose the correct statement from the options given below. താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഡേറ്റ് പാം ആൻഡ് പപ്പായ ആർ എക്സാമ്പിൾ ഓഫ് ഡയേഷ്യസ് പ്ലാന്റ്. പപ്പായയും ഡേറ്റ് പാം എന്ന് പറയുന്നത് ഒരു ഡയേഷ്യസ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ? അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡേറ്റ് പാം ആൻഡ് പപ്പായ ആർ എക്സാമ്പിൾ ഓഫ് ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതല്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, in unisexual plants male and female flowers are found on the same plant. യൂണിസെക്ഷൽ പ്ലാന്റിൽ മെയിലും ഫീമെയിൽ ഫ്ലവേഴ്സും ഒരേ സെയിം പ്ലാന്റിലായിരിക്കും കാണാം. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഓൺ ദ സെയിം പ്ലാന്റ്. തേർഡ് ക്വസ്റ്റ്യൻ, കോക്കനട്ട് ആൻഡ് ആഷ്കഡ് ആർ യൂണിസെക്ഷൽ പ്ലാന്റ്.
കോക്കനട്ടും മഷ്ഗുഡ് എന്ന് പറയുന്നത് യൂണിസെക്ഷൽ പ്ലാന്റ് ആണ്. ഫോർത്ത് വൺ, യൂണിസെക്ഷൽ പ്ലാന്റ്സ് ആർ ദോസ് ഇൻ വിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഓൺ സെപ്പറേറ്റ് പ്ലാന്റ്സ്. യൂണിസെക്ഷൽ പ്ലാന്റ്സിൽ ആർ ദോസ് ഇൻ വിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഓൺ സെപ്പറേറ്റ് പ്ലാന്റ്സ്. യൂണിസെക്ഷൽ പ്ലാന്റ്സിൽ മെയിലും ഫീമെയിൽ ഫ്ലവേഴ്സും സെപ്പറേറ്റ് പ്ലാന്റ്സിലായിരിക്കും കാണുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സബ്സ്റ്റൻസ് ആൻഡ് ദ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദം ആർ ഗിവൺ ഇൻ ദ ടേബിൾ. കുറച്ച് സബ്സ്റ്റൻസും അതിൽ പ്രസന്റ് ആയിട്ടുള്ള മോളിക്യൂൾസും തന്നിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് എയർ, അറ്റ്മോസ്ഫിയറിക് എയറിൽ എന്തൊക്കെയുണ്ട്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ. ബ്രാസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിൽ എന്തൊക്കെയുണ്ട്? സിങ്ക്, കോപ്പർ. ഓക്സിജനിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഗോൾഡ് ഓർണമെന്റ്സിൽ ഗോൾഡും കോപ്പറും. ഷുഗറിൽ ഷുഗർ മാത്രം. ഗോൾഡിൽ ഗോൾഡ് മാത്രം. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ പ്യുവർ സബ്സ്റ്റൻസ് ഫ്രം ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇതിൽ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസും മിക്സറും പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് മാത്രം എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ പ്യുവർ സബ്സ്റ്റൻസ് ഫ്രം ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസിനകത്ത് ആരൊക്കെയായിരിക്കും? ഓക്സിജൻ ഒന്നാമത്തേതാണ്. ഓക്സിജൻ ഒരെണ്ണം മാത്രം ഉള്ളതായിരിക്കും അല്ലെ. അതിനകത്ത് ആ സബ്സ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ മോളിക്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ സബ്സ്റ്റൻസിൽ ഒരൊറ്റ മോളിക്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓക്സിജൻ. പിന്നെ ആരാണ് വരുന്നത്? ഷുഗർ അല്ലേ. നെക്സ്റ്റ് ഷുഗർ. നെക്സ്റ്റ് ഏതാണ്? ഗോൾഡ്. മറ്റത് ഗോൾഡ് ഓർണമെന്റ് ആണ്. ഗോൾഡ് ഓർണമെന്റിൽ ആര് വരും? ഗോൾഡും കോപ്പറും ചേരുന്നുണ്ട്. വെറും പ്യുവർ ഗോൾഡ് ആണെങ്കിൽ അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഗോൾഡ് മാത്രം. അപ്പോ പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ഓക്സിജൻ, ഷുഗർ, ഗോൾഡ്. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗോൾഡ് ആൻഡ് ഗോൾഡ് ഓർണമെന്റ്? എക്സ്പ്ലെയിൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഗോൾഡും ഗോൾഡ് ഓർണമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡില് ഗോൾഡ് എന്ന് പറഞ്ഞ ഒരൊറ്റ മോളിക്യൂൾ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. മറ്റതിലോ കോപ്പറും ഇതും ഉണ്ട് അല്ലേ. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതുക? ഗോൾഡും ഗോൾഡ് ഓർണമെന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്, ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗോൾഡ് ആൻഡ് ഗോൾഡ് ഓർണമെന്റ്സ് ഇസ് ദെയർ പ്യൂരിറ്റി ഓർ ഫൈനസ് അല്ലേ. നെക്സ്റ്റ്, ഗോൾഡ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഗോൾഡ് അതാണ് ഇമ്പോർട്ടന്റ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വൈൽ ഗോൾഡ് ഓർണമെന്റ് ഇസ് ആൻ അലോയ് ഓഫ് എന്താണ്? മിക്സർ ഓഫ് ഗോൾഡ് വിത്ത് അതർ മെറ്റൽ ലൈക്ക് കോപ്പർ ടു ഇൻക്രീസ് ഹാർഡ്നെസ്. ഗോൾഡ് മാത്രമാണ് അത് പെട്ടെന്ന് ഒടിഞ്ഞൊക്കെ പോകും. അപ്പൊ ഗോൾഡിന്റെ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടി ഗോൾഡ് ഓർണമെന്റ്സിൽ നമ്മൾ എന്ത് കൂടി ആഡ് ചെയ്യും? കോപ്പർ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു മെറ്റൽസ് ആഡ് ചെയ്യും. അപ്പൊ അത് പ്യുവർ സബ്സ്റ്റൻസ് അല്ല, മിക്സർ ആയിട്ട് മാറി. അപ്പൊ അതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഗോൾഡ് ഓർണമെന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ബിയിൽ നമുക്ക് നോക്കാം. ബിയിലെ ക്വസ്റ്റ്യൻ, നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസും മിക്സേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. പ്യുവർ സബ്സ്റ്റൻസ് ആർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ. ഒരേ ടൈപ്പ് മോളിക്യൂൾസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആറ്റം അല്ലെ. എലമെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ ആറ്റം. മിക്സ്ചേഴ്സ് കണ്ടെയ്ൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. എന്നാൽ മിക്സ്ചേഴ്സിൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആണുള്ളത്. ദീസ് ആർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഈ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സെപ്പറേഷൻ മെത്തേഡ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ? താഴെ രണ്ട് സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉപയോഗിക്കാവുന്ന സെപ്പറേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ടു സെപ്പറേറ്റ് ടീ പൗഡർ ഫ്രം ടീ. ടീയിൽ നിന്ന് ടീ പൗഡർ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക? നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കും, അതായത് ഫിൽട്ടർ ചെയ്യും അല്ലേ. അവിടെ നമ്മൾ എങ്ങനെ ഫിൽട്രേഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്താണ്? സെക്കൻഡ് വണ്ണും കൂടെ നമുക്ക് നോക്കിയിട്ട് പോവാട്ടോ ആൻസറിലേക്ക്. ടു സെപ്പറേറ്റ് ഗ്രാവൽ ആൻഡ് അതർ വേസ്റ്റ് ഫ്രം സാൻഡ് യൂസ്ഡ് ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ. ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സാൻഡിൽ നിന്ന് ഗ്രാവലും മറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സെപ്പറേഷൻ മെത്തേഡ് ഏതൊക്കെയാണെന്ന് നോക്കാം.
അതിന്റെ സെപ്പറേഷൻ മെത്തേഡ്സ്. ഫസ്റ്റ് വൺ, ടു സെപ്പറേറ്റ് ടീ പൗഡർ ഫ്രം ടീ. ടീയിൽ നിന്ന് ടീ പൗഡർ സെപ്പറേറ്റ് ചെയ്തിരുന്നത് സീവിങ്. എന്താണ്? sieving. This is method of separating solids tea powder that are insoluble in liquid using a sieve or strainer. എന്താണ് ഇവിടെ എങ്ങനെയാണ് നമ്മള് ഈ ടീ പൗഡർ അല്ലെ, ടീ പൗഡർ സോളിഡ്സ് ആണ്, ചായപ്പൊടി എന്ന് പറയുന്നത് സോളിഡ് ആണ്. അതെന്ത് ചെയ്യില്ല, ടീയില് ഇൻസോലുബിൾ ആവില്ല, കംപ്ലീറ്റ് ഇൻസോലുബിൾ ആവില്ല അല്ലെ, സോലുബിൾ ആവില്ല. അപ്പൊ ഇൻസോലുബിൾ ആയിട്ടുള്ളത് സീവ്, അല്ലെങ്കിൽ സ്ട്രെയിനർ, അരിപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അരിച്ചെടുക്കും അല്ലെ. അത് ഇൻസോലുബിൾ ആയതുകൊണ്ട്, അത് സോളിഡ് ആയതുകൊണ്ട് നമുക്ക് അരിച്ചെടുത്ത് അതിനെ മാറ്റാൻ പറ്റും. അടുത്ത, ടു സെപ്പറേറ്റ് ഗ്രാവൽ ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം സാൻഡ് യൂസ്ഡ് ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ. അപ്പോ ഈ ഗ്രാവലും മറ്റുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ മണലിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കും, അതും എങ്ങനെ തന്നെയാണ്, സീവിങ്, അരിച്ച് തന്നെയാണ് എടുക്കുന്നത്. കാരണം this is method separating solids of different sizes sand gravel. സാൻഡിന്റെയും ഗ്രാവലിന്റെയും സൈസ് എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ സാൻഡ് അരിച്ച് താഴെ വീഴും, ഗ്രാവൽ അവിടെ തന്നെ കിടക്കും. അതും നമുക്ക് സീവ് ഉപയോഗിച്ച്, യൂസിങ് എ സീവ് വിത്ത് ഹോൾസ് അല്ലെ, ഹോൾസ് ഉള്ള സീവ് ഉപയോഗിച്ച് നമുക്ക് അതും വേർതിരിച്ചെടുക്കാൻ പറ്റും. ദ ലാർജർ ഗ്രാവൽ റിമൈൻസ് ഇൻ ദ സീവ് ആൻഡ് ദ സാൻഡ് സിങ്ക്സ് ഇൻ ടു ദ ബോട്ടം. ആ ലാർജ് വലിയ കല്ലൊക്കെ അതിൽ തന്നെ കിടക്കും, സീവിൽ തന്നെ കിടക്കും. ബാക്കിയുള്ളതൊക്കെ താഴേക്ക്, അരിപ്പ പോലെയുള്ള സാധനം, അതാണ് അരിപ്പയാണ് സീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളത് താഴേക്ക് പോരും. അങ്ങനെ നമുക്ക് അതിനെ രണ്ടിനെയും വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അതില് സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ സബ്സ്റ്റൻസ്. Two, a molecule contain all the properties of the substance. Three, all substances are made up of molecules. Four, all of the above. എല്ലാം ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്താണ്, എ മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് സബ്സ്റ്റൻസ്. ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് സബ്സ്റ്റൻസിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എ മോളിക്യൂൾ കണ്ടെയ്ൻസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു മോളിക്യൂളിൽ എന്താണ്, ആ പ്രോപ്പർട്ടിയിലുള്ള എല്ലാ ഇതിന്റെയും സബ്സ്റ്റൻസിലെല്ലാ ഇതിന്റെയും പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ്, എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് വെച്ചിട്ടാണ്. ഓൾ ഓഫ് ദ എബോ, ഇതെല്ലാം ശരിയാണ്. അപ്പൊ ഓപ്ഷൻ, നാലാമത്തെ ഓപ്ഷൻ ആണ് ഇതിൽ കറക്റ്റ്. താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.